ഏറ്റവും പുതിയ മലയാള ചിത്രം ടർബോയുടെ സിനിമാ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇതിനകം തന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരുടെയും കാണാത്തവരുടെയും സിനിമ റിവ്യൂവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ വ്യക്തിപരമായിട്ടുള്ള ഞാൻ കണ്ട ടർബോ എന്ന് പറയുന്ന സിനിമയുടെ അഭിപ്രായങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ടർബോ എന്ന് പറയുന്ന സിനിമ മമ്മൂക്ക ഫാൻസിനെ സംബന്ധിച്ച് മസ്റ്റ് വാച്ചബിൾ എന്ന് പറയുമായിരുന്നെങ്കിലും സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ച് അതൊരു ആവറേജിന് തൊട്ട് മുകളിൽ നിൽക്കുന്നൊരു മൂവി എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും മികച്ചൊരു കൂട്ടുകെട്ട് തന്നെയാണ് ഇതിനകത്ത്. കാരണം ഇത് വൈശാഖും മിഥുൻ മാനുവലും മമ്മൂട്ടി കോംബോ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഏറ്റവും മികച്ചൊരു മസാല പടം തന്നെയാണ് ഈ ടർബോ എന്ന് പറയുന്ന സിനിമ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഒരു പരിധിവരെ 73 വയസ്സുകാരനായ ഒരു നടൻ അതിൻ്റെ ഒരു ഫൈറ്റ് സീൻ അത് ഒരിക്കലും അത് പൊളി ഫൈറ്റ് സീൻ തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത് പടത്തിൻ്റെ ക്ലൈമാക്സ് രംഗത്ത് നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെ ഈ മനുഷ്യന് ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു പരകായ പ്രവേശം, ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കുള്ള പരകായ പ്രവേശം അത് തീർത്തും നമ്മളെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ നാട്ടിലുള്ള 73 വയസ്സുകാരനായ ഒരു വ്യക്തിയെ ഇങ്ങനൊരു ഫൈറ്റ് സീനിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ആ ഒരു അതിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ തീർത്തും വേറൊരു ലെവൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ബിന്ദു പണിക്കരും മമ്മൂട്ടിയും തമ്മിലുള്ള കോമഡി കോംബോ. അതുപോലെ ഫസ്റ്റ് ഹാഫിനേക്കാളും കൂടുതൽ മികച്ചതെന്ന് പറയുന്നത് അത് സെക്കൻഡ് ഹാഫ് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് പടത്തിന് വീണ്ടും ഒരു കണ്ടിന്യൂവേഷൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിന് കൂടി ഒരു ഹിൻഡ് കൊടുത്തിട്ടാണ് സംവിധായകൻ ഈ പടത്തിനെ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഏറ്റവും മനോഹരമായ ഒരു ചിത്രം തന്നെയാണ്. തീർത്തും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് നമ്മൾ ടർബോ.